നമ്മളീ പല ആളുകൾക്കും ലോകത്തിന്റെ പല ഭാഗത്ത് പല യുദ്ധം നടക്കുമ്പോഴും അതൊരു എന്റർടൈൻമെന്റ് ആണ്. അവിടേക്ക് ഒരു ബോംബ് വീഴട്ടെ, ഇങ്ങോട്ട് മിസൈൽ വരട്ടെ, വിമാനം അങ്ങോട്ട് പോകട്ടെ ഇങ്ങോട്ട് പോകട്ടെ, അങ്ങനെ പല പല ആഗ്രഹങ്ങൾ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ആ യുദ്ധത്തിൽ പല ആളുകളുടെ ജീവനാണ് പോകുന്നത്, പല സോൾജിയേഴ്സിന്റെ ജീവനാണ് പോകുന്നത്, അവരുടെ കുടുംബമാണ് വഴിയാധാരമാവുന്നത്. ഏറ്റവും വലിയൊരു കാര്യം, നിരപരാധിയായിട്ടുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ മരിക്കുന്നത്. പക്ഷെ പലരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർ വളർന്നു വരുന്ന സാഹചര്യം അങ്ങനെയാണ്. മതപരമായും ആശയപരമായും, ഇനിയിപ്പോൾ ഇത് രണ്ടുമില്ലേല് രാഷ്ട്രീയപരമായും. എന്നാൽ ഇതെല്ലാം മാറേണ്ട കാലം എപ്പോഴേ കഴിഞ്ഞു. ഞാൻ മാറണമെന്ന് പറയുന്നത് നിങ്ങളുടെ ആശയത്തെയോ മതത്തെയോ രാഷ്ട്രീയത്തെയോ അങ്ങനെയൊന്നുമല്ല, നിങ്ങളുടെ ചിന്താഗതിയാണ്. കേട്ടിട്ടില്ലേ, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, മനുഷ്യരെ കുറിച്ച് മനസ്സിലാക്കിയാൽ മതി. മനുഷ്യരെ കുറിച്ച് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ജീവികളെ കുറിച്ചും മനസ്സിലാക്കുക. യുദ്ധം നടക്കുമ്പോൾ മനുഷ്യന്മാരാണ് ഇല്ലാതെയാവുന്നത്, മനുഷ്യ നിർമ്മിതികളാണ് ഇല്ലാതെയാവുന്നത്, ഓരോ കുടുംബങ്ങളുമാണ് അനാഥരായി മാറുന്നത്. നമ്മുടെ വീട്ടിലൊരു സോൾജിയർ ഉണ്ടെങ്കിൽ അവർ യുദ്ധത്തിന് പോകുമ്പോഴാണ് അതിന്റെ ഭീകരത എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാവുക. തിരിച്ചു വരുമോ, ഇനി കാണാൻ പറ്റുമോ, അതിനെക്കുറിച്ചൊന്നും അറിയാത്ത അവസ്ഥ, അതൊരു വല്ലാത്ത അവസ്ഥയാണ്. ഇങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മുടെ രണ്ടുപേരുടെ കയ്യിലും ഫോണുണ്ട്. ഫോണിന്റെ ബ്രാൻഡ് വേറെയാണ്, മോഡൽ വേറെയാണ്, എന്തൊക്കെയായാലും അതൊരു ഫോണാണ്. പക്ഷെ നമ്മുടെ രണ്ടാളുടെ ഫോണിലും ഇൻസ്റ്റഗ്രാമിന്റെ ഡാറ്റ വേറെയാണ്, വാട്സപ്പിന്റെ ഡാറ്റ വേറെയാണ്, ഫേസ്ബുക്കിന്റെ ഡാറ്റ വേറെയാണ്, ഗാലറിയുടെ ഡാറ്റ വേറെയാണ്, ഫോണിന്റെ തന്നെ ഡാറ്റ വേറെയാണ്. കാരണം നമ്മളാണ് തീരുമാനിക്കുന്നത് അതിലെന്ത് വേണം അതിലെന്ത് വേണ്ട എന്ന്. അതുപോലെ ചിന്തിച്ചു നോക്കുക, നമ്മൾ രണ്ടുപേരും ഒരേപോലെയുള്ള മനുഷ്യന്മാരാണ്. പക്ഷെ നമ്മുടെ രണ്ടാളുടെ ഉള്ളിലുള്ള ഡാറ്റകൾ വേറെയാ. അതിൽ നമ്മൾ കയറ്റുന്ന ഡാറ്റകൾ ഉണ്ടായിരിക്കും, നമ്മുടെ ചുറ്റുപാടിൽ നിന്നും കിട്ടുന്ന ഡാറ്റകൾ ഉണ്ടായിരിക്കും. അങ്ങനെ അങ്ങനെ വ്യത്യസ്തമായിരിക്കും നമ്മൾ തമ്മിൽ. എന്നാൽ നേരത്തെ പറഞ്ഞ ഫോണിന്റെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ രണ്ട് ഫോണുകളും റീസെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ രണ്ട് ഫോണുകളും ഒരേപോലെ തന്നെയാ. മോഡലിൽ വ്യത്യാസമുണ്ട്, പക്ഷെ അപ്പോഴും അതൊരു ഫോണാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ കാര്യം. നമ്മളെ റീസെറ്റ് ചെയ്താൽ പിന്നെ നമ്മൾ ഒരുപോലെയാ, നമ്മുടെ ഉള്ളിൽ ഡാറ്റകളൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്താണോ നമ്മൾ അതിൽ കയറ്റുന്നത്, ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതിനനുസരിച്ചായിരിക്കും നമ്മൾ പ്രവർത്തിക്കുക. ഈ ഒരു രീതിയിൽ ചിന്തിച്ചാൽ ലോകത്തെല്ലാവരും ഒരുപോലെയാ. അവരുള്ളിൽ കയറ്റുന്ന ഡാറ്റകളാണ് വ്യത്യസ്തം. ആ ഡാറ്റകളാണ് അവരെ പല കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്നത്, പല സ്വഭാവങ്ങളിലേക്ക് മാറ്റുന്നത്. യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴും അതിൽ എന്റർടൈൻമെന്റ് ഉണ്ടാക്കാനായി സഹായിക്കുന്നതും ഇതേ ഡാറ്റകൾ തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, യുദ്ധം ഒരിക്കലും നമ്മൾ ആസ്വദിക്കേണ്ട ഒന്നല്ല, യുദ്ധമില്ലാത്ത അവസ്ഥയാണ് നമ്മൾ ആസ്വദിക്കേണ്ടത്. എന്തായാലും നമ്മൾ ഇന്ന് കുറച്ചധികം പറഞ്ഞു പോയി. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഒരു കാര്യങ്ങളെല്ലാം റിലേറ്റ് ചെയ്തൊരു സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. റിലേറ്റ് ചെയ്തെന്ന് വെച്ചാൽ യുദ്ധമാണ് പ്രധാന കാര്യം. യുദ്ധമെന്ന് പറഞ്ഞാൽ ഈജിപ്തും ഇസ്രായേലും തമ്മിൽ 1967 6 Days വാർ. ഈ ഒരു യുദ്ധത്തിലേക്ക് ഇസ്രായേലിനെയും ഈജിപ്തിനെയും എത്തിച്ചത് പല കാരണങ്ങളാണ്. പക്ഷേ സിനിമയിൽ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഈ 6 Days വാർ അവസാനിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ അങ്ങോട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് മുഴുവനും. യുദ്ധത്തിൽ ബാക്കിയാവുന്ന കുറച്ച് സോൾജേഴ്സ് അവർ രക്ഷപ്പെടാനായി കുറച്ച് പണികൾ ചെയ്തു നോക്കാണ്. എന്നാൽ ആ പണികളെല്ലാം കുറച്ചുകൂടെ വലിയ പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ ഈ കുഴപ്പങ്ങളൊക്കെ അവർക്ക് അവസാനിപ്പിച്ചെടുക്കാനായി പറ്റിയോ പറ്റിയില്ല എന്നാണ് ഈ സിനിമയിൽ മുഴുവനും കാണിക്കുന്നത്. ഇനി കൂടുതലൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്നാൽ പിന്നെ നമുക്ക് 2017 റിലീസ് ചെയ്ത ആസിമത്ത് എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ 1967 6 Days വാറാണ് കാണിക്കുന്നത്. പേര് പോലെ തന്നെ 6 ദിവസത്തേക്കുള്ള വാറായിരുന്നു അത്. ദിവസത്തേക്കല്ല, 6 ദിവസം മാത്രമായിരുന്നു അത് നീണ്ടു നിന്നിരുന്നത്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് ഈജിപ്തിന്റെയും ഇസ്രായേലിന്റെയും ഇടയിലുള്ള സീനായ് മരുഭൂമിയിൽ വെച്ചാണ്. ഈ ഒരു മരുഭൂമിക്ക് വേണ്ടി ഈജിപ്തും ഇസ്രായേലും പലതവണ യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ, നമ്മുടെ കാലഘട്ടത്തിൽ അതിപ്പോൾ ഈജിപ്തിന്റെ കയ്യിലാണ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴീ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലും അത് ഈജിപ്തിന്റെ കയ്യിൽ തന്നെ ആയിരുന്നു. പക്ഷേ ഈ യുദ്ധത്തിൽ 6 Days യുദ്ധത്തിൽ അത് ഇസ്രായേൽ പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. എന്തായാലും അതെല്ലാം പൊട്ടെ, യുദ്ധം ഇപ്പോൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് രണ്ട് രാജ്യങ്ങളും വെടിനിർത്തുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ 6ാമത്തെ ദിവസം വെടിനിർത്തലിന്റെ പേര് യുദ്ധം അവസാനിച്ചു. പക്ഷേ ഈജിപ്തിന്റെ സൈന്യത്തെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവരെല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുക. പക്ഷേ ഒരു സോൾജർക്ക് മാത്രം കുറച്ച് ജീവനുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ വേച്ച് എഴുന്നേറ്റ് പോകാനായി എന്തെങ്കിലും വഴിയുണ്ടോ നോക്കുന്നേരം കൊണ്ടുവന്നിരിക്കുന്ന, അവർ യുദ്ധത്തിനായി കൊണ്ടുവന്നിരിക്കുന്ന വാഹനങ്ങളെല്ലാം തകർന്നിരിക്കുക. ഇനി ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, നടന്നെങ്ങനെയല്ലോ രക്ഷപ്പെടുക. പക്ഷേ ഈ വയ്യാത്ത കാലും വയ്യാത്ത ശരീരവും വെച്ചുകൊണ്ട് തന്നെ ഈ മരുഭൂമിയുടെ ഏത് ഭാഗത്തേക്ക് പോയാലാണ് രക്ഷപ്പെടാനായി പറ്റുകയെന്ന് അങ്ങർക്കറിയില്ല. തൊട്ടു മുന്നിൽ തന്നെ തന്നെപ്പോലെയുള്ള ഒരു സോൾജർ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. പക്ഷെ ആ സോൾജറുടെ കയ്യിൽ കുറച്ച് വെള്ളവും അതുപോലെ തന്നെ ഗണ്ണുണ്ട്. നല്ലപോലെ ദാഹിക്കുന്നുണ്ടും ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നേരിടാനായിട്ടും ആ ഗണ്ണും വെള്ളവും കൂടെ അങ്ങനെ എടുക്കും. അങ്ങരുടെ പേരെന്താന്ന് വെച്ചാൽ റഷീദ്. ഇനി ഇവിടുന്ന് എങ്ങനെയല്ലോ രക്ഷപ്പെട്ടേ പറ്റൂ. പക്ഷെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. എന്നാലും എങ്ങോട്ടേലും ഒന്ന് പോയാലേ പറ്റൂ. അങ്ങനെ അങ്ങേര് രക്ഷപ്പെടാനായി എന്തെങ്കിലും വഴിയുണ്ടോന്ന് കണ്ടുപിടിക്കാനായി മുന്നിലേക്ക് നടക്കും. പിന്നെ നമ്മൾ കാണുന്നത് ഇസ്രായേൽ സോൾജേഴ്സിനെയാണ്. അവർ 3 പേരുണ്ട്. അവരുടെ വലിയൊരു ട്രക്ക് മണ്ണിൽ പെട്ടുപോയതുകൊണ്ട് തന്നെ 3 പേരും കൂടെ എങ്ങനെയും അത് പുറത്തെടുക്കാനായി ശ്രമിക്കുകയാണ്. കൂട്ടത്തിൽ ചെറുപ്പക്കാരനെ പോലെയുള്ള ഒരു സോൾജറെ കണ്ടില്ലേ? ചെറുപ്പക്കാരനാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്, എന്നാൽ മധ്യവയസ്കനായോ എന്ന് ചോദിച്ചാൽ അങ്ങനെ. രണ്ടിന്റെ ഇടയിലുള്ള ഒരു സോൾജറെ കണ്ടില്ലേ? അങ്ങേരാണ് നമ്മുടെ അടുത്ത മെയിൻ ആള്. അങ്ങേരുടെ പേര് ജോൺ എന്നാണ്.
അങ്ങേരുടെ കയ്യിൽ ഒരു ജീപ്പ് ഉണ്ട്, പക്ഷെ കൂടെയുള്ള 2 സോൾജേഴ്സ് ഇല്ലേ, അവരുടേതാണ് ഈ ട്രക്ക്. ഈ ട്രക്ക് എങ്ങനെയാലും തിരിച്ച് ബേസിൽ എത്തിച്ചേ പറ്റൂ. തിരിച്ച് ബേസിൽ എത്തിച്ചില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകും. അതുകൊണ്ട് എന്ത് വിധേനയും അത് തിരിച്ച് ബേസിൽ എത്തിച്ചേ പറ്റൂ. അതിനായി അവർ പുറത്തെടുക്കാനായി നല്ലപോലെ കഷ്ടപ്പെടുകയാണ്. വേറൊരു വഴിയില്ലാന്ന് മനസ്സിലാവുന്ന നേരം മൂത്ത പട്ടാളക്കാരൻ ജോണിന്റെ വണ്ടിയിൽ നിന്ന് കുടിക്കാനുള്ള വെള്ളം എടുത്ത് അത് മണലിൽ ഒഴിച്ച് ട്രക്ക് എങ്ങനെയാലും പുറത്തെടുക്കാനായി തീരുമാനിക്കുകയാണ്. ഇത് കാണുന്ന ജോൺ പറയും, നിങ്ങൾ എന്ത് കാണിക്കാൻ പോവുക? ഒരു വലിയ ട്രക്കിൽ കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ചാലും അത് ഇവിടെ തികയാനായി പോകുന്നില്ല. പിന്നെ മരുഭൂമിയിൽ ഒരു വർഷം ഇങ്ങനെ പെട്ടിടന്നാലും ഒരു തുള്ളി വെള്ളം നമ്മൾ ഇല്ലാതെയാക്കാനായി പാടില്ല. അങ്ങനെ ആ കേൻ എടുത്ത് വാങ്ങി വെക്കും. പിന്നെ കാണുന്ന റഷീദിനെയാണ്. വഴി അറിയാത്ത മരുഭൂമി കൂടെ രക്ഷപ്പെടാനായി എന്തെങ്കിലും വഴിയുണ്ടോന്ന് കണ്ടുപിടിക്കാനായി പോയ റഷീദിന് ഒരു വഴിയും കണ്ടുപിടിക്കാനായി പറ്റിയില്ല. വെയിലിനാണ് റഷീദിനെ മുട്ടുകുത്തിച്ചേ പറ്റുമെന്ന വാശിയാ. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്ക് റഷീദ് വെള്ളത്തിന് ദാഹിച്ച് താഴെ വീഴും, ക്ഷീണിച്ച് താഴെ വീഴും. എന്നിട്ട് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കും. പിന്നെ കാണുന്ന ഇസ്രായേലിന്റെ സോൾജേഴ്സിനെയാണ്. അവർക്ക് 3 പേർക്കും ജീപ്പിൽ കയറി ഇവിടുന്ന് പോയാൽ മതിയെന്നുണ്ട്. പക്ഷേ ഈ ട്രക്കും ഇവിടെ വെച്ച് പോകാനായി പറ്റില്ല. കാരണം ഇതിൽ ഇഷ്ടം പോലെ ആയുധങ്ങളുണ്ട്. ഈ ആയുധങ്ങൾ ഈജിപ്തുകാരുടെ കയ്യിൽ കിട്ടിയാൽ അതിലും വലിയ പ്രശ്നമായി മാറും. ചിലപ്പോൾ അവർ ഈ ആയുധങ്ങൾ വെച്ച് ഇവർ അറ്റാക്ക് ചെയ്തു എന്ന് വരും. അതുകൊണ്ട് തന്നെ ഇതിന് കാവൽ നിൽക്കേണ്ട അത്യാവശ്യമാണ്. അവസാനം അവർ തീരുമാനത്തിലെത്തും. ആരെങ്കിലും ഒരാൾ ജീപ്പിൽ പോയി ആരോടെങ്കിലും സഹായം ചോദിച്ച് തിരികെ ഇങ്ങോട്ട് തന്നെ വരിക. അതിനായി മൂത്ത സോൾജേഴ്സിൽ ഒരാളാണ് പറയുന്നത്, ഞാൻ പോയിക്കോളാന്ന്. എന്നാൽ ജോൺ സമ്മതിക്കില്ല. ജീപ്പിൻ്റെതല്ലേ, അതുകൊണ്ട് ഞാൻ തന്നെ പോയിട്ട് എന്തെങ്കിലും സഹായം കിട്ടുമോ എന്ന് നോക്കട്ടെ. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ മരുഭൂമി കൂടെ പോകാനുള്ള വഴി അറിയുന്നത് മൂത്ത പട്ടാളക്കാരനാ. എന്നാൽ ജോൺ അതിനും സമ്മതിക്കില്ല. നിങ്ങൾ എനിക്ക് വഴി പറഞ്ഞു തന്നാൽ മതി, ഞാൻ അതുവഴി പോയിക്കോളാന്ന്. അങ്ങനെ പട്ടാളക്കാരൻ വഴി പറഞ്ഞു കൊടുക്കും. നേരെ മുന്നിലേക്കുള്ള ടയറിന്റെ പാട് നോക്കിയിട്ട് നീ 6-7 കിലോമീറ്റർ മുന്നിലേക്ക് പോയാൽ അവിടെ നിന്ന് ഇടത്തോട്ട്, അവിടേക്ക് പോയാൽ ഒരു ബേസ് ഉണ്ട്, അവിടെ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുമോ നോക്ക്. അങ്ങനെ ജോൺ യാത്രയായി. ജോൺ അങ്ങനെ ദൂരേക്ക് പോകുന്ന നേരം ഈ ഇരിക്കുന്ന 2 പട്ടാളക്കാർക്കും യാതൊരു ഉറപ്പുമില്ല പോയിരിക്കുന്ന ജോൺ അതുപോലെ തന്നെ തിരിച്ചിങ്ങോട്ട് വരുമെന്ന്. അവർ വിചാരിക്കുന്നത് ചിലപ്പോൾ ജോൺ അവരെ പറ്റിച്ചോണ്ട് പോകുന്നതാണ്. ഈ ഒരു സമയം ക്ഷീണിച്ചിരിക്കുന്ന റഷീദ് തൊട്ട് മുന്നിലേക്ക് നോക്കുന്ന നേരം ദൂരെയായിട്ട് ചെറിയൊരു ബേസ് കാണുന്നുണ്ട്. അവിടെ പോയാൽ എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ കിട്ടുമോ എന്ന് വിചാരിച്ച് നേരെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കും. പക്ഷെ 2 കാലം എഴുന്നേറ്റ് അങ്ങോട്ട് പോകുന്ന ഒരിക്കലും നല്ലതിനല്ല. ചിലപ്പോൾ അതിൻ്റെ അകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിങ്ങോട്ട് ഷൂട്ട് ചെയ്തെന്ന് വരും. അതുകൊണ്ട് തന്നെ കിടന്നുകൊണ്ട് മങ്കി സ്ക്രോൾ ചെയ്തുകൊണ്ട് അങ്ങനെ പോവുക. പക്ഷെ പോയിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് അതുവഴി ജോൺ വരുന്നത്. ജോൺ ജീപ്പിലാണ് വരുന്നത്. എന്നാൽ ആ ഒരു കാര്യം റഷീദ് ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് മെല്ലെ മെല്ലെ മുന്നിലേക്ക് പോവുകയാണ്. അങ്ങനെ കുറച്ച് മുന്നിലേക്ക് എത്തുമ്പോഴാണ് ദൂരെ നിന്ന് ജോൺ വരുന്നത് കാണുക. അത് ഇസ്രായേലിന്റെ സോൾജറാണെന്ന് മനസ്സിലാവുമ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന കല്ലിന്റെ പിന്നെ അങ്ങനെ ഒളിച്ചു നിൽക്കും. ജോണാണ് ഈ ഒരു ബേസ് തെരഞ്ഞാണോ വന്നതെന്ന് അറിയില്ല. എന്തായാലും വഴിയിലൊരു ബേസ് കണ്ടല്ലേ, അതുകൊണ്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാനായി ജീപ്പ് മെല്ലെ അവിടെ നിർത്താനായി തീരുമാനിക്കും. പക്ഷെ മെല്ലെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ജീപ്പിന്റെ എഞ്ചിൻ എന്തോ സംഭവിച്ചു. അപ്പോഴാണ് ആ ബേസിന്റെ പേര് നമ്മൾ കാണുന്നത്. നേരത്തെ കണ്ടിരുന്നു. എന്തായാലും ബേസിന്റെ പേര് UNEF എന്ന. UNEF എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻ എമർജൻസി ഫോഴ്സ് എന്ന. UN എന്ന് കേട്ടിട്ടില്ലേ? 2 രാജ്യങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതെങ്ങനെയും ഒത്തുതീർപ്പാക്കാനായി വരുന്നൊരു സംഘടന. ആ സംഘടനയുടെ ഫോഴ്സിന്റെ ബേസ് ആണിത്. അതായത് ഇത് ഇസ്രായേലിന്റെയും ഈജിപ്തിന്റെയും ബേസ് അല്ല, ഇത് UN-ന്റെ ഫോഴ്സിന്റെ ബേസ് ആണ്. അവരെന്തിനാണ് ഇവിടെ ബേസ് കെട്ടി നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ പ്രശ്നങ്ങൾ സംഭവിക്കുന്ന രാജ്യങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നും സംഭവിക്കാതിരിക്കാനായി അവർ നിൽക്കുന്നതാണ്. അവർ സ്വമേധയാ ഇങ്ങോട്ട് വരുന്നതല്ല, ഈജിപ്താണ് അവരോട് ഇങ്ങോട്ട് വരാനായി പറഞ്ഞ്. അതായത് ഇസ്രായേലിനും ഈജിപ്തിനും ഇടയിൽ യാതൊരു പ്രശ്നങ്ങളും വരാതിരിക്കാനായി ഒരു മതിൽ പോലെ നിൽക്കാനാണ് അവരിങ്ങോട്ട് വിളിച്ചിരുന്നത്. പക്ഷേ ഈജിപ്തും ഇസ്രായേലും തമ്മിലെ പ്രശ്നങ്ങൾ കുറച്ചുകൂടെ കടുപ്പമായി വന്നപ്പോൾ ഈജിപ്ത് തന്നെയാണ് പറഞ്ഞ UN ഫോഴ്സിനോട് നിങ്ങൾ ഇവിടുന്ന് പോയിക്കോന്ന്. അങ്ങനെയാണ് അവരിപ്പോൾ പിന്മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധം ഇവിടെ നടക്കുകയും ചെയ്തു. ഇപ്പൊ ഇത്രത്തോളം ആവുകയും ചെയ്തു. എന്തായാലും തിരികെ വന്നാൽ ജോൺ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നറിയാനായി ആ ബേസിന്റെ അകത്തേ കയറി ചെല്ലും. പക്ഷെ അവിടെ ആരും നിൽക്കുന്നില്ല. എന്നാൽ പുറത്തിവിടെ റഷീദ് അങ്ങനെ ഒളിച്ചു നിൽക്കുക. ഒരു തക്കം കിട്ടിയാൽ റഷീദ് എന്തായാലും ജോണിനെ ഷൂട്ട് ചെയ്ത് താഴെയിടും. അതെന്തായാലും ഉറപ്പാണ്. റഷീദിനെ കണ്ടാൽ ജോണും എന്തായാലും ഷൂട്ട് ചെയ്യും. പക്ഷെ ജോൺ ഇതുവരെ റഷീദിനെ കണ്ടിട്ടില്ല. എന്തായാലും ബേസിനകത്ത് കയറി അവിടെ ആരെങ്കിലും ഉണ്ടെന്നെല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്ന നേരം ആരെയും കാണുന്നില്ല. തിരികെ താഴേക്ക് വന്ന് ഒരു സിഗരറ്റ് വലിക്കാന്ന് വിചാരിച്ചുകൊണ്ട് സിഗരറ്റ് മെല്ലെ വലിക്കാനുള്ള പരിപാടി നോക്കുമ്പോൾ പുറത്ത് റഷീദ് മെല്ലെ ജീപ്പ് എടുത്ത് രക്ഷപ്പെടാനുള്ള പരിപാടി നോക്കുക. ആ ജീപ്പിന്റെ കീ ഉണ്ടെങ്കിൽ മെല്ലെ രക്ഷപ്പെടാനായി പറ്റുമല്ലോ. മെല്ലെ അതിന്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ പുറത്തേക്ക് ജോൺ ഇറങ്ങി വരുന്നത്. പിന്നെ വേറൊരു വഴിയില്ല, ജോണിനെ ഷൂട്ട് ചെയ്തേ പറ്റൂ. അപ്പൊ തന്നെ റഷീദ് ജോണിനെ നോക്കി ഷൂട്ട് ചെയ്യും. പക്ഷെ പെട്ടെന്ന് സംഭവിച്ചതുകൊണ്ട് തന്നെ ഒന്നൊന്നും കറക്റ്റ് ആവില്ല. ജോണിന് കൊള്ളില്ല. അപ്പോഴേക്ക് ജോൺ അകത്തേക്ക് കയറി ചാടി താഴേക്ക് വീഴും. എന്നാലും റഷീദ് വിടുന്ന ലക്ഷണമൊന്നുമില്ല. കയ്യിലുണ്ടായിരുന്ന ഗ്രനേഡ് അതിന്റെ അകത്തേക്ക് ഒരൊറ്റ ഏറാണ്. അത് പൊട്ടുമ്പോഴേക്ക് അവിടെ നിന്ന് എങ്ങനെയോ ജോൺ ഓടി രക്ഷപ്പെട്ടു. തൊട്ടു പിന്നാലെ റഷീദ് അകത്തേക്ക് ഓടിച്ചെന്ന് പടപടാന്ന് ഷൂട്ട് ചെയ്യും. എന്നാൽ അപ്പോഴേക്ക് ജോൺ ജനൽ വഴി ചാടി പുറത്തേക്ക് എത്തിയിരുന്നു. ഈ ഒരു കാര്യം റഷീദ് ഇതുവരെ അറിഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങേര് മെല്ലെ മുന്നിലേക്ക് വരുന്ന നേരം അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു ഹോള് വഴി റഷീദ് മനസ്സിലാക്കി അങ്ങേര് മുന്നിലേക്ക് വരുന്നുണ്ടെന്ന്. പെട്ടെന്ന് തന്നെ റഷീദ് മുന്നിൽ ജോണെ കാത്തിരിക്കും. ജോൺ മെല്ലെ അങ്ങോട്ട് വരുമ്പോൾ തന്നെ ഷൂട്ട് ചെയ്യും. പക്ഷെ അതും കൊണ്ടില്ല. ജോൺ അപ്പോഴേക്ക് ഓടി പുറത്തേക്ക് രക്ഷപ്പെട്ടു. പക്ഷെ അതുപോലെ തന്നെ തിരികെ വന്ന് അകത്തേക്ക് ഒരു ഗ്രനേഡ് ഇട്ട് കൊടുക്കും. ജോണിന്റെ കയ്യിലും ഗ്രനേഡ് ഉണ്ടല്ലോ. കാണുമ്പോൾ തന്നെ റഷീദ് മേലെയുള്ള നിലയിലേക്കാണ് ഓടുക. എന്നാലും അവിടുന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ട്. കൂടുതലൊന്നും പറ്റാതെ എങ്ങനെയൊക്കെ
എങ്ങനെയൊക്കെയോ മേലെ കയറി. എന്നാൽ തൊട്ടു പിന്നാലെ അകത്തേക്ക് ഷൂട്ട് ചെയ്തുകൊണ്ട് വരുന്ന ജോണ് മനസ്സിലായി അവൻ ചിലപ്പോൾ മേലെ കയറിയിട്ടുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ നേരെ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് മേലേക്ക് എങ്ങനെയൊക്കെയോ കയറി രക്ഷപ്പെടാനായി ശ്രമിക്കുന്ന റഷീദിനെ കാണുന്നത്. അപ്പം തന്നെ ഷൂട്ട് ചെയ്യും. അതിലൊരു ബുള്ളറ്റ് അവന്റെ കാലിയാണ് തറച്ചു കയറുക. അതുപോലെ റഷീദ് തിരിച്ചും ഷൂട്ട് ചെയ്യും. അതാണെങ്കിൽ ജോണിന്റെ കയ്യിലാണ് തുളച്ചു കയറുക. ഇപ്പൊ നോക്കുകയാണെങ്കിൽ രണ്ടാൾക്കും കാര്യമായിട്ട് ഓരോ ബുള്ളറ്റ് കയറിയിട്ടുണ്ട്. ഒരാളുടെ കയ്യിൽ, ഒരാളുടെ കാലില്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും രണ്ട് ഭാഗത്തേക്ക് ഓടി വന്ന് കിടക്കും. റഷീദ് പെട്ടെന്ന് തന്നെ കയ്യിലുണ്ടായിരുന്ന മെഡി കിറ്റ് എടുത്ത് കാലിലുണ്ടായിരുന്ന മുറിവിലേക്ക് അത് കെട്ടിവെക്കുകയാണ്. താഴെ ജോണ് നോക്കുമ്പോൾ കയ്യിലെ ഞരമ്പെല്ലാം കീറി മുറിച്ച് ചെതറി തെറിപ്പിച്ചുകൊണ്ടാണ് ബുള്ളറ്റ് പോയിരിക്കുന്നത്. നല്ലപോലെ വേദന ആവുന്നുണ്ട്. കയ്യിലാണല്ലോ ഷോട്ട് കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗണ്ണ് പിടിക്കാനായി കുറച്ച് പാടായിരിക്കും. എങ്ങനെയാണേലും കഴിയുന്ന പോലെ മെല്ലെ തുണിയെടുത്ത് കൈ കെട്ടി വെച്ചോണ്ടിരിക്കുക. അപ്പോഴാണ് മേലെന്ന് റഷീദ് വിളിച്ചു പറയുന്നത്, ഡാ നീ ചത്തോ? നീ ജീപ്പ് എടുത്ത് പോകാനായി വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ വെറും ഒരു സ്വപ്നം മാത്രമായിരിക്കും. അറബി ആയതുകൊണ്ട് തന്നെ ജോണൊന്നും മനസ്സിലാവില്ല. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ റഷീദ് അത് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കും. ജീപ്പ് എടുത്ത് രക്ഷപ്പെടാനായി നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ വെറും ഒരു സ്വപ്നം മാത്രമായിരിക്കും. ഞാനിപ്പോൾ ജീപ്പിലേക്ക് എയിം ചെയ്താണ് നിൽക്കുന്നത്. നീ പുറത്തിറങ്ങിയാൽ അപ്പം തന്നെ ഞാൻ ഷൂട്ട് ചെയ്യും. ജോൺ വിളിച്ചു പറയും, അതിന് ഇന്നലെ രാത്രി യുദ്ധം അവസാനിച്ചു. റഷീദ് അത് വിശ്വസിക്കില്ല. ഞാൻ നിന്നെ വിശ്വസിക്കില്ല, കാരണം നീ ഒരു ജൂതനാണ്. ജോണിന് മനസ്സിലായി ഇനി എന്തൊക്കെ പറഞ്ഞാലും റഷീദ് വിശ്വസിക്കാനായി പോകുന്നില്ലെന്ന്. അതുകൊണ്ട് വിളിച്ചു പറയും, എന്നാ പിന്നെ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. നിനക്ക് നിന്റെ കൂടെയുള്ളവരെ പോലെ തന്നെ മരുഭൂമിയിലെ ചത്ത് തൊലയാ. ഇത് കേൾക്കുന്ന നേരം റഷീദിന് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലേക്ക് വരുന്നുണ്ട്. എന്തോ ഒരു ഭയം പോലെ റഷീദിന്റെ മുഖത്ത് കാണാം. പക്ഷേ റഷീദിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ റഷീദ് ഒരു സോൾജറാണ്. തന്റെ രാജ്യത്തിന് വേണ്ടി റഷീദ് എന്ത് വേണേലും ചെയ്യും. പക്ഷെ വെടി നിർത്തലാക്കി യുദ്ധം അവസാനിച്ചു എന്ന കാര്യം റഷീദ് ഇതുവരെ അറിഞ്ഞിട്ടില്ല. അത് അറിഞ്ഞിരുന്നതിൽ ചിലപ്പോൾ ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെടാനായി രണ്ടുപേരും കൈ കോർക്കായിരുന്നു. എന്തായാലും ഇപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, രണ്ടുപേരും തമ്മിൽ വിശ്വസിക്കില്ല. അങ്ങനെ ഇപ്പോഴാണ് കാണുന്നത് രണ്ടുപേരും താഴെയും മേലെയുമായിട്ട് ഒരേ ഭാഗത്താണ് നിൽക്കുന്നത്. തൊട്ടു മുന്നിൽ തന്നെ ജയിക്കുന്നയാൾക്ക് പോകാനുള്ള ജീപ്പ് കൂടെയുണ്ട്. ജയിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഒരാളെ കൊല്ലുന്നതാണ്. അതൊരിക്കലും ഒരു ജയമല്ല, അതൊരു അതിജീവനമാണ്. പക്ഷെ അതിപ്പോ ഇതിൽ ഒരാൾക്ക് മാത്രമേ ചെയ്യാനായി പറ്റൂ. കുറച്ച് സമയം കഴിയുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കുമ്പോഴാണ് ജോൺ തന്റെ ഭാര്യയുടെ കൂടെ ഉണ്ടായിരുന്ന സമയങ്ങളെല്ലാം മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. അവര് രണ്ടുപേരും ഒരു ബീച്ചിൽ ഇരിക്കുകയായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് കുറെ കാലങ്ങളൊന്നും ആയിട്ടില്ല. രണ്ടുപേരും നല്ലപോലെ സ്നേഹത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുന്ന നേരം അവർ ഇങ്ങോട്ടെത്തും. ജോണിന്റെ കയ്യിലാണ് ഏത് സമയത്തും ഒരു ക്യാമറ ഉണ്ടാകും. ആ ക്യാമറയിൽ എല്ലാ മൂമെന്റ്സും ഫോട്ടോ എടുത്തു വെക്കും. അതിപ്പോ യുദ്ധത്തിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും അതുപോലെ തന്നെ. ഈ ഒരു സമയം കെട്ടികൾ പറയും, നിങ്ങൾ ഏത് സമയത്തും എന്നെയും കൂട്ടിക്കൊണ്ട് ഈ ബീച്ചിലേക്ക് വരുന്ന ഈ ഫ്രെയിംസ് ഒന്നും ഫോട്ടോ എടുക്കാനല്ല, നിങ്ങൾക്ക് എന്നെ ആസ്വദിക്കാനല്ലേ. ഇത് കേൾക്കുന്ന ജോണ് പറയും, അതൊക്കെ തന്നെ, പക്ഷെ അതിലും വലിയൊരു കാര്യം എനിക്ക് ആഗ്രഹമുണ്ട്. നിന്റെ കയ്യിൽ നിന്ന് ഒരു കൊച്ചാഗ്രഹം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെന്താന്ന് നമുക്കിപ്പോൾ മനസ്സിലായില്ലേ. ഒരു കൊച്ചിനെയാണ് ജോൺ ആഗ്രഹിക്കുന്നത്. അത് ഭാര്യ കൊടുക്കണം എന്നാണ് പറയുന്നത്. അതൊക്കെ എന്തായാലും നമുക്ക് ശരിയാക്കാന്ന് ഭാര്യ പറയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ കടൽ തീരത്തു കൂടെ അങ്ങനെ നടക്കുമ്പോഴാണ് ജോൺ തന്റെ ഫാമിലിയെ കുറിച്ച് പറയുന്നത്. പണ്ട് ഹിറ്റ്ലർ ജർമ്മനി ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം, ജൂതന്മാരെ എല്ലാവരെയും കൊന്നിരുന്ന കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിൽ അവിടുന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു വന്നയാളായിരുന്നു ജോണിന്റെ അമ്മ. ആ ഒരു ട്രോമ മനസ്സിൽ വെച്ച് നടന്ന അമ്മക്ക് മണൽ നല്ല പേടിയാണ്. ആ പേടിയെല്ലാം മാറ്റി കൊടുക്കുന്നത് ജോണിന്റെ അച്ഛനായിരുന്നു. അന്ന് ജോൺ വളരെ കുഞ്ഞാണ്. അവരെല്ലാവരും അതിജീവിച്ചു വന്ന ആളുകളായതുകൊണ്ട് തന്നെ ഇസ്രായേൽ താമസിക്കാനായി അവർക്ക് സ്ഥലമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കടൽ തീരത്ത് വില കുറവില് കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അവിടെ വീട് വെക്കാനായി കുറച്ച് പാടാ. അന്ന് വീടുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ജോലിക്കാരോട് എല്ലാവരോടും പറയായിരുന്നു, ഇനിയും താഴെ പില്ലർ ഉണ്ടാക്കുന്ന, ഇനിയും താഴേക്കെന്ന് പറഞ്ഞ് കുഴി കൂടുതൽ എടുക്കായിരുന്നു. എന്തായാലും ഓർമ്മയിൽ നിന്നെല്ലാം തിരിച്ചു വരുന്ന ജോണിന് എങ്ങനെയും ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ എന്നായി. അപ്പൊ തന്നെ മേലേക്ക് റഷീദിനെ വിളിച്ചു ചോദിക്കും, ഹലോ, നമുക്ക് ഇതെങ്ങനെയും ഒന്ന് അവസാനിപ്പിക്കണ്ടേ? ഇവിടുന്ന് എങ്ങനെയും ഒന്ന് രക്ഷപ്പെടണ്ടേ? എന്നാൽ റഷീദ് വിളിച്ചു പറയും, ഞാൻ എന്താ ചെയ്യേണ്ടത്? നിന്നെ ജീപ്പിൽ പോകാനായി സമ്മതിക്കണോ? ഇനി അങ്ങോട്ട് എന്താണ് സംഭവിക്കാൻ പോണെന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം. ഒന്നെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും, അല്ലെങ്കിൽ നീ എന്നെ കൊല്ലും. അല്ലാതെ ഒന്നും സംഭവിക്കാനായി പോകുന്നില്ല. എന്നാൽ ജോൺ തിരിച്ചു വിളിച്ചു പറയും, നീ ഇവിടെ പെട്ട് കിടന്നാലും നിന്റെ കൂടെയുള്ള ആരെങ്കിലും ഒക്കെ നിന്നെ രക്ഷിക്കാനായി ഇങ്ങോട്ട് തിരിച്ചെത്തും. അതുകൊണ്ട് നിനക്ക് രക്ഷപ്പെടാനായി പറ്റും. ഏത്, ഈ മരുഭൂമിയിൽ വെച്ചോ? എന്നെ രക്ഷിക്കാനായി ആളുകൾ ഇങ്ങോട്ട് വരുമെന്നോ? ഇവിടെ ദൈവത്തിന് പോലും വഴിയറിയില്ല. അപ്പോഴാണോ ജോൺ ആകെ കൂടെ കലിപ്പായി തിരിച്ചു വിളിച്ചു പറയും, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ രണ്ടുപേരും ആയുധങ്ങൾ മണ്ണിലേക്ക് വലിച്ചെറിയും. എന്നിട്ട് നമ്മൾ രണ്ടുപേരും ഇവിടുന്ന് പോകും. മേലൻ ചോദിക്കും, നമ്മൾ എങ്ങോട്ടാണ് പോവുക? ഞങ്ങളുടെ ക്യാമ്പിലേക്കാണ് പോവുക. ഓ, അപ്പം ഞാൻ തടവുപുള്ളിയായിട്ടായിരിക്കും അങ്ങോട്ട് വരണ്ടേ? ഞങ്ങൾ ഒരിക്കലും തടവുപുള്ളികളെ കൊല്ലില്ല. ഞങ്ങൾ കഴിക്കാനായി നിങ്ങൾക്ക് ഭക്ഷണം തരും, വെള്ളം തരും. ഓ, അതെല്ലാം തന്നിട്ട് കൊല്ലാനായിരിക്കും അല്ലേ? ഞാൻ യുദ്ധത്തിന് വന്നിരിക്കുന്നത് തടവുപുള്ളി ആവാനായിട്ടല്ല. ദേഷ്യം വരുന്ന ജോൺ ചോദിക്കും, അപ്പൊ ജയിക്കാനായിരിക്കും അല്ലേ? അത് ചോദിച്ചത് കളിയായിക്കൊണ്ടാണ്. അതെന്താന്ന് വെച്ചാ 1967 6 ഡേയ്സ് യുദ്ധമല്ലേ, അതിൽ വിജയിച്ചിരുന്ന ഇസ്രായേലാണ്. അതുകൊണ്ട് ജയിക്കാനായിരിക്കും അല്ല എന്ന് ജോൺ ചോദിച്ച് റഷീദിനും ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ ഒരൊറ്റ യുദ്ധത്തിൽ തോറ്റു, അതാണോ ഏറ്റവും വലിയ പ്രശ്നം? ഒരൊറ്റ ബാറ്റിൽ പരാജയപ്പെട്ടു. യുദ്ധത്തിൽ അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഞങ്ങൾ ഇനിയും നിർത്തിയെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. എന്നാ പിന്നെ എന്താ ചെയ്യാ? നമ്മൾ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാന്ന് ചോദിക്കുമ്പോൾ താഴേക്കൊരു ഗ്രനേഡ് ഇട്ടുകൊണ്ട് പറയും, നമ്മൾ ഇങ്ങനെ രക്ഷപ്പെടുമെന്ന്. പൊട്ടുമ്പോഴേക്ക് ജോൺ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും.
ഇത്രയൊക്കെ സംസാരിച്ചിട്ടും റഷീദ് ഇങ്ങനെ ചെയ്ത് ജോണിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. കൺട്രോൾ പോകുന്ന ജോൺ മേലേക്കുള്ള ഡോറിലേക്ക് നോക്കി പടപടാന്ന് ഷൂട്ട് ചെയ്യാണ്. ആ മാഗസിനിലെ ബുള്ളറ്റ് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന റഷീദ് അപ്പൊ തന്നെ തിരിച്ച് ഷൂട്ട് ചെയ്യും. പക്ഷെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ജോൺ അവിടുന്ന് രക്ഷപ്പെട്ടു. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അവിടെ വന്നിരിക്കുക. പക്ഷെ കയ്യിലുണ്ടായിരുന്ന വേദന അത് ഇതുവരെ പോയിട്ടില്ല. മുറിവ് നല്ലപോലെ വേദനയാവുന്നുണ്ട്, ചോര നല്ലപോലെ താഴേക്ക് വരുന്നുണ്ട്. ഈ ഒരു സമയത്താണ് അങ്ങേർക്ക് തന്റെ അച്ഛൻ ചെറുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുത്തിരുന്ന കള്ളിമുള്ളു പറിച്ചെടുക്കാനായി കാണിച്ചു കൊടുത്തിരുന്ന ഒരു വിദ്യ മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ തന്നെ ഒരു കാര്യം തീരുമാനിച്ചു. അതുപോലെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുത്ത് അതിൽ ഗ്രനേഡ് ഇട്ട് മേലേക്ക് എറിയാലോ, അങ്ങനെയെങ്കിൽ സേഫ് ആയിട്ട് മേലേക്ക് ഇട്ട് പൊട്ടിക്കാനായി പറ്റും. ഈ ഒരു സമയം മേലേന്ന് റഷീദ് വിളിച്ചു പറയുന്നുണ്ട്, എനിക്ക് നഷ്ടപ്പെടാനായിട്ടൊന്നും ഇല്ലടാ. അതായത് നഷ്ടപ്പെടാനില്ലാത്തവനെ പേടിക്കണം എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ജോണിന് കുറച്ചുകൂടെ ദേഷ്യമാവും. ഒരടി ഇങ്ങോട്ട് വന്നല്ലേ, അതുപോലെ തന്നെ തിരിച്ചൊന്ന് കൊടുത്തേ പറ്റൂ എന്നുള്ള വാശിയിൽ അങ്ങനെ ആ സെറ്റപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ചുറ്റികയും മാണിയും പലകയും ഒക്കെ എടുത്തുകൊണ്ട് ഇതങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നേരം മേലേന്ന് റഷീദിന് മനസ്സിലാവില്ല താഴെ അവൻ എന്ത് ജോലി എടുക്കുന്നതെന്ന്. നല്ലപോലെ ശബ്ദമെല്ലാം കേൾക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് മനസ്സിലാവാതെ നെട്ടോട്ട് ഓടുന്നതിന്റെ ഇടയിൽ കാല് നല്ലപോലെ വേദനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന ഒരു പുസ്തകത്തിൽ നിന്ന് കുറച്ച് പേജ് പറിച്ചെടുത്ത് കാലുള്ള മുറിവിലേക്ക് വെച്ചു കൊടുക്കും. പക്ഷെ അതൊന്നും എവിടെ എത്തുന്നില്ല. പിന്നെയും അടുത്ത പേജ് എടുക്കാനായി പുസ്തകം തുറക്കുമ്പോഴാണ് അതിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് താഴേക്ക് വീഴുന്നത്. അതിലൊരു ഫോട്ടോയിൽ റഷീദും ഭാര്യയും കൂടെ നിൽക്കുന്നതാണ് കാണുന്നത്. നേരത്തെ പറഞ്ഞിരുന്നല്ലോ എനിക്ക് നഷ്ടപ്പെടാനായി ഒന്നുമില്ലെന്ന്, എന്നാൽ ഇപ്പോൾ ഒരു ഭാര്യയാണ് കാണുന്നത്. അപ്പോഴാണ് റഷീദിന്റെ മനസ്സിലേക്ക് ഈ ഒരു യുദ്ധത്തിന് സീനായ് മരുഭൂമിയിലേക്ക് വരുന്നതിന്റെ തൊട്ടു മുന്നേ താൻ വീട്ടിലേക്ക് പോയിരുന്ന സമയം ഓർമ്മ വരുന്നത്. ഒരു രാത്രിയായിരുന്നു വീട്ടിലേക്ക് പോയിരുന്നത്. ആ ഒരു സമയം റഷീദ് പട്ടാള ക്യാമ്പിൽ വെച്ചൊരു കത്ത് വീട്ടിലേക്ക് അയച്ചിരുന്നു. അതപ്പോഴാണ് വീട്ടുകാർ വായിക്കുന്നത്. അത് അകത്തിന്ന് അവർ വായിക്കുന്നത് പുറത്തേക്ക് കേൾക്കാനായി പറ്റും. കത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഉമ്മ നൂറ, യുദ്ധം അവസാനിച്ചു. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ വലിയ ജോലിയൊന്നുമില്ല. ഞങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞയക്കുമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ അതെല്ലാം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റഷീദ് അകത്തേക്ക് കയറി ചെല്ലുക. കെട്ടിയക്കും ഉമ്മക്കും വലിയ സന്തോഷമായി. ഭാര്യ പെട്ടെന്ന് തന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കും. തൊട്ടു പിന്നാലെ ഉമ്മയും വരും. അവിടെ തന്നെ റഷീദിന്റെ കുഞ്ഞു കൂടെയുണ്ട്. അതായത് ഒരു കുഞ്ഞിന്റെ ഉപ്പയാണ് റഷീദ്. അന്ന് രാത്രി ഭാര്യയും റഷീദും കൂടെ കിടക്കുന്ന നേരം ഭാര്യ പറയും, നമ്മുടെ കുഞ്ഞിപ്പോൾ വലുതായി വരികയാണ്, ഉമ്മക്കാണെങ്കിൽ കുറച്ചുകൂടെ പ്രായമായി വരികയാണ്, എനിക്കെല്ലാം ഇപ്പോൾ ഒറ്റയ്ക്ക് നോക്കി നടത്താനായി പറ്റില്ല, അതുകൊണ്ട് നീയും എൻ്റെ കൂടെ വേണം. പക്ഷെ അപ്പോഴാണ് റഷീദ് മറ്റൊരു കാര്യം പറയുന്നത്, നാളെ എനിക്ക് എന്തായാലും ജോലിക്ക് തിരിച്ചു പോകണം. അവർ ഞങ്ങളോട് പോകാനായി പറഞ്ഞിരിക്കുക. എനിക്കൊന്നും ചെയ്യാനായി പറ്റില്ല. ഞങ്ങളുടെ ജീവിതം അങ്ങനെയാണല്ലോ. അവരെന്ത് പറയുന്നു അത് ചെയ്യണം. അവർ പോകാൻ പറയുമ്പോൾ പോവുക, തിരിച്ചു വരാനായി പറയുമ്പോൾ തിരിച്ചു വരിക. നാളെ ഞങ്ങളെ സീനായ് മരുഭൂമിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ എന്തായാലും തിരിച്ചു വരും. അങ്ങനെ ആ ഓർമ്മയിൽ നിന്ന് മെല്ലെ തിരിച്ചു വരുന്ന നേരം താഴെ ജോണിയാണ് കാണുന്നത്. ജോൺ ഇപ്പോഴാ സെറ്റപ്പ് ഉണ്ടായി കഴിഞ്ഞു. ഇനി അതിൽ ഗ്രനേഡ് വെച്ച് മേലേക്കിട്ട് പൊട്ടിച്ചാൽ മാത്രം മതി. എന്നാൽ റഷീദ് ഇപ്പോൾ കുടുംബത്തെല്ലാം ഓർത്ത് അങ്ങനെ ഇരിക്കുകയാണല്ലോ. അതുകൊണ്ട് റഷീദിനും ഇപ്പോൾ തോന്നുന്നു തിരിച്ച് വീട്ടിലേക്ക് പോകണമെന്ന്. അതുകൊണ്ട് തന്നെ താഴേക്ക് വിളിച്ചു ചോദിക്കും, നീ മരിച്ചോ? ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടുന്നതിനെ കുറിച്ച് സംസാരിച്ചാലോ? അതിന് തിരിച്ച് ജോൺ ചോദിക്കും, എന്താടാ നിന്റെ മനസ്സ് ഇപ്പം മാറിയ? എനിക്ക് നിന്നെ വിശ്വസിക്കാൻ പറ്റുമോ? നീ എന്ത് പ്ലാനാണ് ചെയ്യാനായി പോകുന്നത്? അതൊന്ന് കേൾക്കട്ടെ. എന്നാൽ പ്ലാനെക്കുറിച്ചൊന്നും റഷീദിന് അറിയില്ല. ഞാൻ ചിന്തിക്കട്ടെ എന്നാണ് പറയാ. പക്ഷേ ജോൺ ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു. നേരത്തെ പ്ലാനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ റഷീദ് താഴത്തേക്കൊരു ഗ്രനേഡ് ഇട്ട് പൊട്ടിച്ചിരുന്നത്. എന്നാൽ ഇതുപോലെ തന്നെ ഇപ്പോഴും തിരിച്ചും പൊട്ടിക്കാലോ. അതെന്തായാലും ജോൺ ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതിന്റെ അകത്തെ ഗ്രനേഡ് വെച്ച് അതിന്റെ പിന്നെ മെല്ലെ അഴിക്കും. ഇനി മേലേക്കിട്ട് തട്ടിയാൽ മതി. മെല്ലെ അത് മേലേക്ക് പൊക്കുന്ന നേരം മേലെ റഷീദ് പ്ലാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പലക മേലെ വന്ന് മെല്ലെ തട്ടുന്ന നേരം എന്തോ ഒരു ശബ്ദം കേൾക്കുന്ന റഷീദ് തിരിഞ്ഞു നോക്കും. അപ്പോഴൊക്കെ താഴെ വീണു. റഷീദ് അപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കട്ടിലിൽ പിടിച്ച് ചാടി മറിഞ്ഞു വീഴും. കട്ടിൽ മുന്നിലേക്ക് വെച്ചതുകൊണ്ട് കൂടുതലൊന്നും ദേഹത്തേക്ക് തെറിച്ചില്ലെങ്കിലും പക്ഷെ തൊട്ടടുത്ത് നിന്നാണല്ലോ ഇത് പൊട്ടിയേ. അതുകൊണ്ട് അതിന്റെ ഇമ്പാക്ട് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ വേദനയാവുന്നുണ്ട്. ദേഹം നല്ലപോലെ വേദനിക്കുക. താഴെ ജോൺ വിളിച്ചു പറയും, എനിക്കും പൊട്ടിക്കാൻ അറിയാം. ഇപ്പം മനസ്സിലായോ? ഞങ്ങളുടെ കയ്യിലും ഗ്രനേഡ് ഉണ്ട്. പക്ഷെ റഷീദിന് ഇത് കേൾക്കാനുള്ള ത്രാണി പോലുമില്ല. ചെവിയൊന്നും നല്ലപോലെ കേൾക്കുന്നേ ഇല്ല. മെല്ലെ എങ്ങനെയൊക്കെ വേച്ച് എഴുന്നേൽക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ ജോൺ വിളിച്ചു ചോദിക്കും, ഡാ നീ അവിടെയുണ്ടോ? എന്നാൽ റഷീദൊന്നും മിണ്ടുന്നില്ല. ഇപ്പൊ ജോൺ ആകെ സംശയമായി. അവൻ അവിടെ ഉണ്ടോ, മരിച്ചോ ഇല്ലയോ? ആകെ കൂടെ ഒരു കൺഫ്യൂഷൻ. അതും വെച്ചോണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാനായി പറ്റില്ല. അതുകൊണ്ട് മെല്ലെ ഗണ്ണും വെച്ചോണ്ട് മേലെ കയറി വരും. എന്നാൽ നടക്കാൻ പറ്റാത്ത റഷീദ് അവിടെ ഉണ്ടായിരുന്ന ഒരു മേശയിൽ തട്ടുമ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലായി അവൻ ജീവനോടെ ഉണ്ടെന്ന്. അപ്പൊ തന്നെ താഴേക്ക് ഒരു ഒറ്റ ചാട്ടാണ്. മറിഞ്ഞുരുണ്ട് മാറി നിൽക്കും. എന്നാലും വിടില്ല. അവൻ അഥവാ താഴേക്ക് വന്നാലോ എന്ന് വിചാരിച്ച് മേലേക്ക് ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അതിലൊന്നും കാര്യമില്ല. റഷീദ് അങ്ങോട്ട് വന്നിട്ടേ ഇല്ല. പിന്നെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണുന്നത്. ജോൺ എങ്ങനെയാണ് ഇങ്ങോട്ട് എത്തിയെന്ന്, എങ്ങനെയാണ് യുദ്ധത്തിനായിട്ട് ഇങ്ങോട്ട് വന്നതെന്ന്. ശരിക്കും ലീവ് വാങ്ങിച്ചുകൊണ്ട് ജോൺ നാട്ടിൽ സുഖമായിട്ട് ജീവിക്കായിരുന്നു. എന്നാൽ അപ്പോഴാണ് ന്യൂസ് കാണുന്നത്, പത്രത്തിൽ ന്യൂസ് കാണുന്നത്, രാജ്യങ്ങൾ തമ്മിൽ അതിർത്തിയിൽ എന്തോ ഒരു സംഘർഷം നടക്കാനായി പോവാണെന്ന്. ഇത് കണ്ടപ്പോൾ തന്നെ ഭാര്യക്കും ജോണും മനസ്സിലായി ഇനി കൂടുതലൊന്നും ഇവിടെ നിൽക്കാനായി പറ്റില്ലെന്ന്. ഈ ഒരു സമയത്താണെങ്കിൽ ജോണിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. കൂടുതൽ വൈകാതെ അവൾ ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഒരു ചർച്ചിൽ വെച്ച് ആ കുഞ്ഞിന്റെ മാമോദിസ നടന്നുകൊണ്ടിരിക്കുക. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല സന്തോഷമുള്ള സമയമാണ്. എന്നാൽ അപ്പോഴാണ് ഒരു സോൾജർ അങ്ങോട്ട് വന്ന് ജോണിനെ വിളിക്കുന്നത്, ഹലോ, നിങ്ങൾക്ക് സർവീസിൽ കയറാനുള്ള സമയമായി. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. അപ്പോഴാണ് അറിഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് വന്നു. അതോടെ ഇങ്ങോട്ട് തന്നെ വന്ന് തരാമെന്ന് വിചാരിച്ചു. എന്തായാലും നിങ്ങൾ സർവീസിൽ കയറൂ, എല്ലാം നന്നാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തിരികെ പോകും. പിന്നെ കാണുന്ന ജോൺ പട്ടാളത്തിലേക്ക് പോകാനായി റെഡി ആയിരിക്കുന്ന
പുറത്തിറങ്ങി വരുന്ന നേരം കുഞ്ഞിനെ എടുത്ത് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്ന യുദ്ധം പോലെയൊന്നുമല്ല, ഇത് കുറച്ചുകൂടെ കടുപ്പമായിട്ടുള്ള യുദ്ധമായിരിക്കും എന്ന് ഭാര്യയ്ക്ക് അറിയാം. അതുകൊണ്ട് കെട്ടിയോൻ തിരിച്ചു വരുമോ എന്നുള്ള യാതൊരു ഉറപ്പുമില്ല. എന്തായാലും നിങ്ങൾ തിരിച്ചു വന്നേ പറ്റൂ, തിരികെ വന്ന് എൻ്റെ കൂടെ ജീവിച്ചേ പറ്റൂ എന്ന് അവൾ പറയുമ്പോൾ ജോൺ കെട്ടിയോൾക്കും അതുപോലെ തന്നെ മോനും ഒരു ഉമ്മയും കൊടുത്തോണ്ട് കൊണ്ടുപോകാനായി വന്നിരുന്ന സോൾജേഴ്സിന്റെ കൂടെ അവിടെ നിന്ന് പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയാണ്. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ യുദ്ധത്തിനായിട്ട് നമ്മുടെ കുടുംബത്തിന്റെ അടുത്ത് നിന്ന് അങ്ങനെ പോവാണ്. നമ്മൾക്കും അറിയില്ല തിരിച്ചു വരുമെന്ന്, കുടുംബത്തിനും അറിയില്ല നമ്മൾ തിരിച്ചു വരുമെന്ന്. പക്ഷേ ഇഷ്ടം പോലെ പ്രതീക്ഷ കൊടുത്തോണ്ടാണ് നമ്മൾ അവിടുന്ന് പോകുന്നത്. നമ്മൾ മരിക്കുമോ ഇല്ലെന്നറിയില്ല, പക്ഷെ അഥവാ മരിക്കുകയാണെന്ന് ചിന്തിക്കുക, അതുവരെ നമ്മുടെ കുടുംബം നമ്മൾ വരുമെന്നല്ല വിചാരിച്ചിരിക്കുന്നത്. ഇന്നോ നാളെയോ തിരിച്ചു വരുമെന്ന് നമ്മൾ തിരിച്ചു വരില്ല എന്ന് മനസ്സിലാക്കുന്ന നേരം അവരുടെ അവസ്ഥ എന്തായിരിക്കും? അതൊരു വല്ലാത്ത അവസ്ഥയാണ്. പിന്നെ കാണുന്നത് ബോധം വരുന്ന ജോണിനെയാണ്. ജോണിന് നേരത്തെ കുറച്ചൊന്ന് ബോധം പോയിരുന്നു, അതിപ്പോഴാണ് വരുന്നത്. മേലെ റഷീദിന്റെ കാര്യം നോക്കുകയാണെങ്കിലും സെയിം അവസ്ഥയാണ്. റഷീദിനും ഇപ്പൊ തീരെ ഒന്നിനും പറ്റുന്നില്ല. ആ നേരം റഷീദിന് തന്റെ ഭാര്യയുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. സംഭവം എന്താന്ന് വെച്ചാൽ റഷീദിന്റെ നാട്ടില് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കൃഷിയിലൊന്നും കൂടുതൽ പച്ച പിടിക്കാതായപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സഹോദരങ്ങള് കൈറോയിലേക്ക് നാട് വിട്ടു. കൈറോ എന്ന് പറഞ്ഞാൽ ഈജിപ്തിന്റെ ക്യാപിറ്റല്. അവരെ എങ്ങനെയും തിരിച്ചു കൊണ്ടുവരണം, എന്നിട്ട് എല്ലാവർക്കും ഒരുമിച്ച് ഒന്നുകൂടെ കൃഷിയെല്ലാം തുടങ്ങണം എന്നാണ് പറയുന്നത്. ഭാര്യയ്ക്ക് അവര് തിരിച്ചു വരും എന്നതിൽ വലിയ ഉറപ്പൊന്നുമില്ല. എന്തായാലും അവരെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ എന്നാണ് റഷീദ് പറയുന്നത്. ആട്ടെ, നിനക്കെന്ത് കൃഷിയാ ചെയ്യണ്ടേ? മാമ്പഴാണോ? ഭാര്യ പറയും, മാമ്പഴമൊന്നും വേണ്ട, നമുക്ക് ഒലീവ് ചെയ്യാം. എന്നാ റഷീദ്, ഒലീവോ? ഒലീവ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാനോ? എന്തായാലും കുഴപ്പമില്ല, പകുതി സ്ഥലത്ത് നമുക്ക് ഒലിവ് നടാം, പകുതി മാമ്പഴവും. എന്താ ഓക്കെ അല്ലേ? ഇനി നമുക്ക് കുട്ടികളെ പറ്റി സംസാരിക്കാം. നിനക്ക് എത്ര കുട്ടികൾ വേണം? ഭാര്യ പറയും, എനിക്ക് 3 വേണം. അതിന് റഷീദ്, 3 6 വേണം. നമ്മുടെ വയലിൽ എല്ലാവരും ജോലി ചെയ്യണ്ടേ? അതിന് കെട്ടിയോള്, അവർ 6 പേരും വയലിൽ ജോലി ചെയ്താൽ പിന്നെ എന്നെ ആരും നോക്കും? നിങ്ങൾ നോക്കുവോ? റഷീദ് പറയും, അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെയും കുട്ടികൾ വേണ്ടി വരും. നിനക്ക് പ്രസവിക്കാനായി പറ്റില്ലെങ്കിൽ ഞാൻ വേറെ കല്യാണം കഴിക്കേണ്ടി വരുവേ. അതിന് അവള് പറയും, അതിനുള്ള ധൈര്യമൊന്നും നിങ്ങൾക്കില്ല. റഷീദും പറയും, അതില്ല, അതെന്നേക്കാളും നല്ലപോലെ നിനക്കറിയില്ലേ. അതിലെന്തോ ഒരു കാര്യമുണ്ട്, അതെന്താന്ന് നമുക്കറിയില്ല. എന്തായാലും ഞാൻ നിനക്ക് ഉറപ്പുതരാം, ഞാൻ യുദ്ധത്തിന് പോയി തിരിച്ചു വന്നാൽ പിന്നെ നിന്റെ കൂടെ ആയിരിക്കും. ഞാൻ നിന്നെ ഒരു രാജകുമാരിയെ പോലെ നോക്കും. എന്നിട്ട് വേണം എനിക്കും നിനക്കും ഉമ്മക്കും നമ്മുടെ കുട്ടികൾക്കും നല്ല സന്തോഷമായിട്ട് ജീവിക്കാനായി. എന്നിട്ട് അന്ന് രാത്രി ഭാര്യയോട് എന്തായാലും തിരികെ വരുമെന്നും പറഞ്ഞുകൊണ്ട് വാക്ക് കൊടുത്തോണ്ട് അവിടെ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യനാ ഇപ്പോഴിതാ ഇങ്ങനെയായി. നേരത്തെ എനിക്ക് നഷ്ടപ്പെടാനായി ഒന്നുമില്ലാന്ന് റഷീദ് വെറുതെ പറഞ്ഞായിരുന്നു. ശരിക്കും റഷീദിന് നഷ്ടപ്പെടാനായി ഇഷ്ടം പോലെയുണ്ട്. താഴേന്ന് എഴുന്നേൽക്കുന്ന റഷീദ് എന്തോ ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു. ഗണ്ണെടുത്തോണ്ട് അടുത്ത മുറിയിലേക്ക് പോകാനായി തീരുമാനിക്കും. ഇനി ഇവിടെ നിൽക്കുന്ന ഒരിക്കലും നല്ലതിനല്ല. ചിലപ്പോഴെപ്പോൾ വേണേലും ജോൺ ഇങ്ങോട്ട് കയറി വരുമെന്ന്. അങ്ങനെ റൂം പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് താഴെ ഉണ്ടായിരുന്ന ഒരു പെട്ടിയിൽ തട്ടിപ്പോകുന്നത്. ഇത് മനസ്സിലാവുന്ന ജോൺ അപ്പം തന്നെ ഗണ്ണെടുത്തോണ്ട് മേലേക്ക് ഷൂട്ട് ചെയ്തുകൊണ്ട് ഓടി വരും. വാതിലും പൊളിച്ചോണ്ട് നോക്കുന്ന നേരം റഷീദിന് ഒന്നും ചെയ്യാനായി പറ്റില്ല. ഷൂട്ട് ചെയ്യുമ്പോഴേക്ക് റഷീദിന്റെ ഗണ്ണ് ജോൺ പിടിച്ചു കളയും. അങ്ങനെ അത് വലിച്ച് കറക്കി ഒരൊറ്റ ഏറാണ്. സത്യം പറഞ്ഞാൽ റഷീദ് ഇപ്പൊ പെട്ടു. തന്റെ കൈ ഗണ്ണില്ല, ജോണിന്റെ കൈ ഗണ്ണുണ്ട്. ജോൺ ഷൂട്ട് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക ഗണ്ണിലെ ബുള്ളറ്റ് കഴിഞ്ഞു. അത് മനസ്സിലാവുന്ന റഷീദ് അപ്പം തന്നെ ചാടി ജോണിനെ പിടിക്കും. ജോൺ ഒരു കൈക്ക് നല്ലപോലെ വേദനിക്കുന്നുണ്ടെങ്കിലും ഒരു കൈ നല്ലപോലെ യൂസ് ചെയ്യാനായി പറ്റില്ലെങ്കിലും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ജോണാണ് കുറച്ചുകൂടെ മുന്നിൽ. അതുകൊണ്ട് തന്നെ റഷീദ് കറക്കി എറിയാനായി എല്ലാം നോക്കുന്നുണ്ടെങ്കിലും ജോണാണ് കറക്കി റഷീദിനെ എറിയുന്നത്. മാത്രമല്ല ജോൺ കൊടുക്കുന്ന ഓരോ അടിയും റഷീദിന്റെ കാല് നോക്കിയാണ്, ബുള്ളറ്റ് കയറിയ ഭാഗം നോക്കിയാണ്. അതുകൊണ്ട് തന്നെ റഷീദിന് ഒന്നും ചെയ്യാനായി പറ്റില്ല. ജോണിന്റെ ഗണ്ണിൽ ബുള്ളറ്റ് അല്ലേ ഇല്ലാത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഗണ്ണ് വെച്ചോണ്ട് റഷീദിന്റെ മുഖത്തിട്ട് അടിയോടടി ഓരോ ഇടിയും കൊടുക്കും. പക്ഷെ ഒരു കൈ പെട്ടെന്നാണ് നല്ലപോലെ വേദനിക്കുക. ചോര നല്ലപോലെ താഴേക്ക് വരുന്നുണ്ട്. അവനൊന്നും ചെയ്യാൻ പറ്റില്ല. കിട്ടിയ ഗ്യാപ്പ് നോക്കി റഷീദ് അവിടെ ഉണ്ടായിരുന്ന പെട്ടിയെടുത്ത് ജോൺ അടിയോടടി അടി കൊണ്ട് ജോണിന്റെ കയ്യിലെ ഗണ്ണ് താഴെ വീഴും. എന്നാൽ പിന്നെ ഓടി രക്ഷപ്പെടാന്ന് വിചാരിക്കും. രക്ഷപ്പെടാന്ന് മാത്രമല്ല താഴേക്ക് ഓടി ചെന്നാൽ റഷീദിന്റെ ഗണ്ണ് കിട്ടും. അതുകൊണ്ട് പെട്ടെന്ന് താഴത്തേക്ക് ഓടാനായി ശ്രമിക്കുന്ന ജോണിനെ പിന്നീട് ഓടി വന്ന് റഷീദ് പിടിക്കും. രണ്ടുപേരും കൊണ്ട് ഉരുണ്ട് മറിഞ്ഞ് താഴേക്ക് അടിച്ചു വീഴും. ജോണിന്റെ കയ്യിൽ റഷീദ് ഷൂട്ട് ചെയ്തിരുന്ന ഭാഗമില്ലായിരുന്നോ, അത് കുറച്ച് നല്ലപോലെ ആഴത്തിലാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് ചോര വാർന്നു പോകുന്നോണ്ട് തന്നെ ജോണിന് നല്ലപോലെ പിടിച്ചെടുക്കാനേ പറ്റുന്നില്ല. അതുകൊണ്ട് താഴെ അടിച്ചു വീണപ്പോൾ അപ്പൊ തന്നെ എന്തോ ബോധം പോയ അവസ്ഥയിലായി. റഷീദിന്റെ കാര്യത്തിൽ കാലി ബുള്ളറ്റ് കയറിയിട്ടുണ്ടെങ്കിലും അതങ്ങനെ ആഴത്തിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് കുറച്ച് നല്ലപോലെ പിടിച്ചു നിൽക്കാനൊക്കെ പറ്റുന്നുണ്ട്. എന്നാലും വേച്ചാണ് പോകുന്നത്. വേച്ച് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ തന്റെ പുറത്ത് കിടക്കുന്ന ഗണ്ണില്ലേ അതെടുക്കാനാണ്. അങ്ങനെ മെല്ലെ മെല്ലെ ഇഞ്ചിഞ്ചായി താഴെയുള്ള ഗണ്ണിന്റെ അടുത്തേക്ക് എത്തും. പക്ഷെ ഗണ്ണും പിടിച്ചോണ്ട് അകത്തേക്ക് വരാനുള്ള ത്രാണിയൊന്നുമില്ല. അതുകൊണ്ട് അതും പിടിച്ചോണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബാരലിന്റെ മേലെ ചാരി ഇരിക്കും. ഇനി ഇങ്ങോട്ട് ജോൺ വന്ന അപ്പ പൊട്ടിക്കാലോ. പക്ഷെ എന്താണെന്നറിയില്ല, താഴെ വീണ് തല അടിച്ചതുകൊണ്ടോ തല ചുറ്റുന്നത് കൊണ്ടോ എന്താണെന്നും അറിയില്ല, ജോൺ അങ്ങനെ എഴിഞ്ഞങ്ങോട്ട് വരിക. ജോണിന്റെ മനസ്സിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, റഷീദിനെ പിടിക്കണം. പക്ഷേ റഷീദ് അവിടെ വന്ന് ഗണ്ണെടുത്തിരിക്കും എന്നുള്ള കാര്യം മനസ്സിൽ വന്നതേയില്ല. വേച്ച് അവിടെയുള്ള സ്റ്റെപ്പ് വരെ എത്തി. മെല്ലെ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് റഷീദ് ഗണ്ണ് പിടിച്ചിരിക്കുന്ന കാണുക. ഇനി ഒരു വഴിയുമില്ല. അവൻ ഷൂട്ട് ചെയ്യട്ടെ, മരിക്കാന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കും. പക്ഷെ എന്തുകൊണ്ടോ റഷീദിന് ഷൂട്ട് ചെയ്യാനായി തോന്നില്ല. അതെന്തെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് നേരത്തെ രണ്ടുപേർക്കും പരസ്പരം വിശ്വസിക്കാനായി നല്ല താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യം തന്നെ ജോണായിരുന്നു വിശ്വസിക്കണമെന്ന് പറഞ്ഞ്. പക്ഷെ ആ നേരത്താണ് റഷീദ് താഴത്തേക്ക് ഒരു ബോംബിടുന്നത്. അതോടുകൂടെ രണ്ടുപേർക്കും വിശ്വസിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലായി.
പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ റഷീദ് പറഞ്ഞു നീ എന്നെ ട്രസ്റ്റ് ചെയ്യണമെന്ന്. പക്ഷെ കിട്ടിയത് അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കുമെന്ന് ഉറപ്പിച്ചിരുന്ന ജോണ് അതുപോലെ തന്നെ ഒരു ഗ്രനേഡ് തിരിച്ച് അവിടെ ഇട്ട് പൊട്ടിച്ചു. ഇപ്പൊ രണ്ടുപേരും വിശ്വസിക്കാനായി നോക്കി, പക്ഷെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വഞ്ചിച്ചു. എന്നാൽ കിട്ടിയതെല്ലാം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തോണ്ട് തന്നെ ഇനി വിശ്വസിച്ചാലും കുഴപ്പമില്ലെന്നാണ് റഷീദിന്റെ മനസ്സിൽ. അതുകൊണ്ടായിരിക്കണം ഷൂട്ട് ചെയ്യാതിരുന്നത്. ഷൂട്ട് ചെയ്തിരുന്ന റഷീദിന് ആ ജീപ്പ് എടുത്തോണ്ട് അവിടുന്ന് പോവായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ചെയ്തില്ല. ഇപ്പൊ ജോൺ ഒന്നും ചെയ്യാതിരിക്കുകയാണ് ചെയ്തത്. ജോണ് മനസ്സിലായി റഷീദ് ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് മെല്ലെ മുട്ടി എഴിഞ്ഞഴിഞ്ഞ് തന്റെ ജീപ്പിന്റെ അടുത്തേക്കാ ചെല്ലുന്നത്. മെല്ലെ മെല്ലെ വലിഞ്ഞെഴുന്നേറ്റ് തന്റെ ചൂടായിരിക്കുന്ന റേഡിയേറ്ററിൽ നല്ലപോലെ വെള്ളം ഒഴിക്കും. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ജീപ്പ് സ്റ്റാർട്ട് ആവുമല്ല നോക്കണല്ലോ. അങ്ങനെ ജീപ്പിൽ കയറി ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് നോക്കും. സ്റ്റാർട്ട് ആവുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പോകുന്നില്ല. കാര്യം എന്താണെന്നറിയാനായി റഷീദ് നോക്കുമ്പോഴാണ് ജോൺ റഷീദിനെ അങ്ങനെ നോക്കിയിരിക്കുക. റഷീദ് കൂടെ വന്നാലേ ജീപ്പ് അവിടുന്ന് പോകുന്നുള്ളൂ. മനസ്സിലാവുന്ന റഷീദ് മെല്ലെ വേച്ച് വേച്ച് ജീപ്പിനടുത്തേക്കാണ് ചെല്ലുന്നത്. നല്ലപോലെ വേദനയുണ്ടേ ബോഡി, അതുകൊണ്ട് പെട്ടെന്ന് എത്താനൊന്നും പറ്റില്ല. എന്തായാലും മെല്ലെ മെല്ലെ ജീപ്പിന്റെ തൊട്ടടുത്ത സീറ്റിൽ ചെന്നിരിക്കും. പക്ഷെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ജോണിന് കൈക്ക് പരിക്ക് പറ്റിയതുകൊണ്ട് തന്നെ ഗിയർ ചേഞ്ച് ചെയ്യാനായി പറ്റില്ല. അതുകൊണ്ട് റഷീദാണ് ഗിയർ ചേഞ്ച് ചെയ്യുക. അങ്ങനെ ജോൺ ഓടിക്കും. സത്യം പറഞ്ഞാൽ രണ്ടുപേർക്കും ഈ ഒരു കാര്യം നേരത്തെ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ നേരത്തെ വിശ്വസിക്കാനായി പറ്റില്ലല്ലോ. അങ്ങനെ എന്തായാലും റഷീദ് ഗിയർ ചേഞ്ച് ചെയ്ത് ജോൺ സ്റ്റിയറിംഗ് തിരിച്ചു കൊണ്ടുപോകുന്ന ആ ജീപ്പ് കാണിച്ചുകൊണ്ട് ആസിമത്ത് എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. അവസാനം വരെ വിചാരിച്ചിരുന്നു ഇതിൽ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. രണ്ടുപേരുടെയും രാഷ്ട്രത്തിനല്ലാതെ അവർക്ക് വേണ്ടി തന്നെ പ്രവർത്തിച്ചപ്പോഴാണ് ശരിക്കും ഇങ്ങനെ സംഭവിച്ചത്. മറിച്ച് തനിക്ക് വേണ്ടിയല്ല, രാഷ്ട്രത്തിന് വേണ്ടിയായിരുന്നു രണ്ടുപേരും പ്രവർത്തിച്ചെങ്കിൽ ഇതിലേതെങ്കിലും ഒരാൾ മാത്രമായിരുന്നു ഈ ജീപ്പിൽ പോവുക. പക്ഷെ അവസാനം രണ്ടുപേർക്കും വേണ്ടി ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഇവിടുന്ന് രക്ഷപ്പെടാനായി പറ്റി. പിന്നെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ ഇന്ന് കണ്ട സിനിമ എനിക്ക് എന്തായാലും ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ ഒന്ന് കമൻറ്റ് കൂടെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എന്നാൽ പിന്നെ ഇതുപോലെ നല്ലൊരു സിനിമയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.